ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. നമുക്ക് പോയാലോ? നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ ആനപ്പാറ കയറ്റാണേ, ചെറിയൊരു ചുരം പോലുള്ള കയറ്റം. വളവ് കഴിഞ്ഞ് ഇങ്ങനെ പോകണം. വളവ് കണ്ടില്ല, നല്ല രസമുള്ളൊരു വീട്. നമ്മളങ്ങനെ മഞ്ഞപ്പാറ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മഞ്ഞപ്പാറ ടൗണ്. അത്യാവശ്യം വലിയ കുറേ കടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് കേട്ടോ നെല്ലാർച്ചാലിലോട്ട് പോകണ്ടേ കേട്ടോ. അങ്ങോട്ടേക്ക് വടുവഞ്ചാൽ, മേപ്പാടി അങ്ങനെ പോവാം. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അമ്പലയിൽ ബത്തേരി നമ്മളങ്ങനെ പോവാം. പള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ മൊത്തം വരുന്നത്. അപ്പോൾ ഈ വടുവഞ്ചാൽ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ലെഫ്റ്റിലോട്ടാട്ടോ പോകേണ്ടത്, നെല്ലാർച്ചാലിലോട്ട് വരുന്നത്. വളയാനായിട്ടോ നല്ല റോഡാട്ടോ വരുന്നത്. നല്ല കുട്ടില്ല ഹൈവേ ആണ് കേട്ടോ. ഉണ്ട് കേട്ടോ. അപ്പൊ ചെറിയ മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യാന്ന് അറിയില്ല. നമ്മൾ പോവാണ് കേട്ടോ. ചെറിയ വളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ല കാറ്റ് വീശുന്നുണ്ട്. ചെറിയ വളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല റോഡാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകാർ ഇങ്ങോട്ട് വരുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടത്. അപ്പൊ നമ്മളങ്ങ് കുറച്ച് താഴെ വന്നു കഴിഞ്ഞപ്പോ കാരാപ്പുഴന്റെ കുറച്ച് ഭാഗം കാണാം കേട്ടോ. എന്ത് മനോഹരല്ലേ കാണാൻ. അങ്ങോട്ടൊക്കെ നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ടയിടാനൊക്കെ വരുന്ന കാണാം വൈകുന്നേരം നേരങ്ങളിൽ. ഇവിടുത്തെ ചേട്ടന്മാരെ ഇവിടെ നല്ല മീനെ കിട്ടും. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. എന്ത് രസമല്ലേ കാണാന്. അപ്പൊ ഇതാണ് നമ്മുടെ നെല്ലാർച്ചാൽ ടൗൺ വരുന്നത്. ഇവിടെ സ്കൂൾ വരുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. ചിക്കൻ കട കാര്യങ്ങളും വരുന്നുണ്ട്. സ്കൂളിന് മുൻഭാഗം കാണിച്ചു തരാം. ഇത്രയും കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല റോഡാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ കാരാപ്പുഴ കാണാം കേട്ടോ. അവിടെ കൃഷ്ണഗിരി ഏതോ പാറ കാണുന്നുണ്ട് ഇവിടെ വരുന്നത്. ഇവിടെയും കടകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചായ, വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും. സ്കൂളിന്റെ ഫ്രണ്ട് ആയിരുന്നു പരിചയപ്പെടുത്തരാ. നെല്ലാർച്ചാൽ ടൗണ്. ഇത് മനോഹരല്ലേ കാണാനൊക്കെ. ബസ് സ്റ്റാൻഡ് കാര്യങ്ങള്. ഇതിലായിട്ട് നമ്മൾ സ്കൂളിനുള്ളിലോട്ട് കയറി പോണ്ടേ. നല്ല മുളയൊക്കെ അപ്പുറത്തിപ്പുറത്ത് വെച്ച് എന്ത് മനോഹരല്ലേ കാണാൻ. സ്കൂളിന്റെ ഉൾഭാഗമൊക്കെ. അവിടെ അതാണ്ട് ഒരു പോലീസ് വണ്ടി വന്നേ നിൽക്കുന്നത്. ചെക്കിങ്ങിനാന്ന് തോന്നുന്നു.
അവിടെ കേട്ടോ അവിടെയാണ് റേഷൻ കട എന്ന് തോന്നുന്നു. റേഷൻ കടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മളെ മഞ്ഞപ്പാറ കോറി കാണുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. പിന്നെ കടകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നടഭക്ഷണശാല, അപ്പച്ചൻ്റെയൊക്കെ നടഭക്ഷണശാലയാട്ടോ. ഇവിടെ വരുന്നവർക്ക് ഇവിടെ നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കടകളും കാര്യങ്ങളുണ്ട്, ചായ കടി എല്ലാം കിട്ടും. നല്ലൊരു കട അവിടെ വരുന്നുണ്ട്. നല്ല മീനെ പരിചയപ്പെടുത്തരാട്ടോ. ചേട്ടാ എന്തൊക്കെ മീനാണുള്ളത്? മത്തി, ചെറിയ മത്തി ഉള്ളത്. പിന്നെ വരാല്, അയില, ചമ്പാന്. ഇവിടെ എന്താ കിലോ വില വരുന്നത് മീനൊക്കെ? 100 രൂപ അല്ലേ? ചേട്ടന്റെ പേരെന്താ? അപ്പു അല്ലേ? ശരി ചേട്ടാ, എന്നാ അങ്ങനെ പോവാണേ. ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പട്ടിക്കുട്ടന്മാര് വരുന്ന നോക്കിക്കേ, 3 പട്ടിക്കുട്ടന്മാര് ഇങ്ങോട്ടാന്നുള്ള യാത്രയിൽ പോവാ. എന്താ കാര്യമായിട്ട് യാത്രയിലാന്ന് തോന്നുന്നവര്. കുറച്ചുകൂടി നടന്ന ഒരു കുഞ്ഞു കൊച്ചിനെ കണ്ടു കേട്ടോ. എന്താ മോന്റെ പേര്? എന്നാ കളിക്കാൻ ഇറങ്ങിയതാ? എവിടെയാ ഗ്രൗണ്ടൊക്കെ വരുന്നേ? അവിടെയാ? ആണോ? എത്രയല്ലേ പഠിക്കുന്ന മോൻ? 3-ലാ? അപ്പൊ നമുക്ക് ഈ പള്ളീന്റെ ഉള്ളിലോട്ടൊന്ന് കേറാ. ഇവിടെ കുഞ്ഞുമക്കൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. 4-5 പിള്ളേരുണ്ട് കേട്ടോ അവിടെ. ഇവര് കളിക്കുന്ന. നിങ്ങൾ എപ്പോ തുടങ്ങിയതാ കളി? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ? ആണോ? ഭക്ഷണം കഴിച്ചായിരുന്നോ? ഒരാളുടെ സൈക്കിളൊക്കെ ചവിട്ടി വരുന്നു, കുഞ്ഞു സൈക്കിളില്. എല്ലാരും എത്രയല്ലേ പഠിക്കുന്നത്? 6-ല്, 7-ല്. എല്ലാരും പേരെന്താ? മോന്റെ? നിഹാൻ. മോന്റെയോ? റിദാൻ. എല്ലാരും നെല്ലാർ സ്കൂളിലാണ് പഠിക്കുന്നേ? അപ്പൊ ഇവരെല്ലാരും നെല്ലാർ സ്കൂളിലാട്ടോ പഠിക്കുന്നേ. അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഇത് മദ്രസ. ഇതാട്ടോ അവരെ മദ്രസ വരുന്നത്. ഈ പിള്ളേര് ഈ മദ്രസയിലാണ് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. എന്താ പള്ളിയും കാര്യങ്ങളും. അപ്പൊ നമ്മളങ്ങനെ നെല്ലാർച്ചാൽ എത്തിട്ടോ. ഇതാണ് നെല്ലാർച്ചാല് വ്യൂ പോയിന്റ്. നേരെയാണ് പോണ്ടേ. ഇങ്ങോട്ട് പിന്നെ മേപ്പാടി, വടുവഞ്ചാല്, അങ്ങനെ കോഴിക്കോട്ട് കാലിക്കറ്റിലോട്ടൊക്കെ പോകട്ടോ. അപ്പൊ ആ വഴി അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ. ഇതാണ് സ്ഥലം വരുന്നത്. എന്ത് മനോഹരല്ലേ കാണാൻ അങ്ങോട്ടൊക്കെ. നമ്മളെ മണിക്കുന്നുമലയൊക്കെ എന്ത് രസം കാണാൻ. ഇവിടെ വണ്ടി വെക്കാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോവായിരുന്നു കേട്ടോ വണ്ടിയും കൊണ്ട്. ഇവിടെ ഒരു താറ് ജീപ്പ്, ഒരു ട്രാക്ടറുകാരനും കൂടി ഓഫ് റോഡ് കാണിച്ചതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് കയറി പോകുന്ന നമ്മൾ ബ്ലോക്ക് ആക്കി. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വണ്ടിയും കൊണ്ട് ഉള്ളിലോട്ട് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിന് ശേഷം ഇവിടെ വേലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വണ്ടിയും കൊണ്ട് പോയിട്ട് അവിടെ ഓഫ് റോഡ് കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ പണി കിട്ടിയത്. പണ്ടാണ് ഈ അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് മനോഹരല്ലേ കാണാൻ അങ്ങോട്ടൊക്കെ. അങ്ങോട്ടൊക്കെ മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് മഴ പെയ്യും തോന്നുന്നു. അങ്ങോട്ടൊക്കെ മഴക്കാറ് കയറി കിടക്കുക. വണ്ടിയൊക്കെ ഇഷ്ടംമായി സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ മൊത്തത്തില് ഫുൾ സൗകര്യമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാ നമ്മൾ ഡാം കാണാം കേട്ടോ. ഇത് മനോഹരല്ലേ. നമ്മളോണ്ട് ഉള്ളിലോട്ട് പോയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ വേലി വെച്ച് അടച്ചേക്കുക. ആദ്യം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവായിരുന്നു. അതൊക്കെ ഇപ്പോ ഇവരിവിടെ അഭ്യാസം കാണിച്ചുകൊണ്ട് അതൊക്കെ നിർത്തി. ഈ വേലിന്റെ അപ്പുറത്തോട്ട് പോകാൻ പോവാണ്. എന്നാ പോവും. എന്ത് മനോഹരല്ലേ. നല്ല പച്ചപ്പും കാര്യങ്ങളും. അവിടെ ഒരു പശുവിനെയൊക്കെ തീറ്റാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ. ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോവാ. ബാക്കി ഞാൻ അവിടേക്ക് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കാട്ടോ. അപ്പൊ അവിടെ ഒരു മുട്ടക്കുന്ന് കാണുന്നുണ്ട് കേട്ടോ. അതാ അവിടെ ഒരു ചേട്ടൻ അതാ കുന്നിന്റെ മുകളിൽ കൂടെ കയറി പോകുന്നുണ്ട്.
എന്തൊരു ബ്യൂട്ടി അല്ലേ ഇവിടെ നിൽക്കുമ്പോ. ചെമ്പ്ര പീക്ക് കാണാം. അത് മണിക്കുന്നുമലയാണ് കേട്ടോ. മണിക്കുന്നുമല പറഞ്ഞാൽ നമ്മുടെ പിന്നെ കൽപ്പറ്റ റൂട്ടിന്, മേപ്പാടിന്ന് കൽപ്പറ്റ റൂട്ടിലാണ് കേട്ടോ ആ മണിക്കുന്നുമല സ്ഥിതി ചെയ്യുന്നത്. ആ മണിക്കുന്നുമലേന്റെ മേലെ ഒരു അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം അവിടെ പോകുന്നതായിരിക്കും. എന്ത് പച്ചപ്പല്ലേ. നമ്മള് സ്റ്റേഡിയം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ് മൊത്തം വരുന്നത് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് ആളുകൾ പോയി നിൽക്കുന്നുണ്ട്, കുറച്ചു പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ ഫീൽ കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അവിടെ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാം. നമ്മൾ കുറച്ച് മേലോട്ട് കയറി വന്നപ്പോ കാണുന്ന കാഴ്ചയാണ് കേട്ടത്. അവിടെ ആണല്ലേ എന്ത് മനോഹരല്ലേ. അവിടേക്ക് അങ്ങ് ദൂരെ റിസോർട്ടും കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കുന്നുണ്ട്. പിന്നെ അവിടെ മീനെ പിടിക്കാൻ വേണ്ടി ഒരറകളാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് കുറെ മീനൊക്കെ പിടിച്ചിട്ട് താഴ്നാട്ടിലേക്കും കാര്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അക്കരെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് എന്ത് മനോഹരാണ്. കൊട്ടത്തോണിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഒരു ചേട്ടനെ കൊട്ടത്തോണി കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അവിടെ കണ്ടോ കൊട്ടത്തോണിയില്. ഇങ്ങോട്ട് ഫുള്ള് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പുല്ല് വളർന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടേക്ക് കപ്പിൾസിനും ഫാമിലിക്കും ഒരേപോലെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ കുറെ. കെട്ടപ്പുറത്തെ ഭാഗത്താണ്. അപ്പൊ നമുക്ക് അടുത്ത് നമ്മൾ കെട്ടിന്റെ അവിടേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അവിടെ ഓരോ ഷെഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ ചേട്ടന്മാര് മീനെ പിടിച്ചു കഴിഞ്ഞിട്ട് തരം തിരിക്കും മീനെ. എന്നിട്ടാണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്നത് മീനും കാര്യങ്ങളൊക്കെ. ഈ വെള്ളത്തിന്റെ മുന്നിൽ ആ മറ്റേ മലകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു രസമല്ലേ. മലയും കാര്യങ്ങളും. പിന്നെ അക്കരെ കുറച്ച് ചെടികളൊക്കെ, മരത്തിൽ കുറെ പൂ. ചെറുതായിട്ടൊരു പനി കിട്ടിയിട്ടോ. മഴ പെയ്യുന്നുണ്ടേ. അപ്പൊ മഴ പെയ്തിങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ജാക്കറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. കവർ കോട്ടൊക്കെ വണ്ടിക്കകത്താണ്. അങ്ങ് മണിക്കുന്നിലോട്ടൊക്കെ നല്ല, മണിക്കുന്നുമലേന്റെ മേലൊക്കെ വെയിലുണ്ട്. ഇങ്ങോട്ട് നല്ല മഴയാട്ടോ. കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി പ്ലേസ് ആണ് കേട്ടത്. എന്താ എന്ത് എന്റെ ബേക്കിലോട്ട് കാണാൻ എന്ത് രസാല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. മഴ ഇങ്ങനെ എന്തൊരു ഫീലാണ്. നല്ല മഴയാട്ടോ. അങ്ങനെ മഴ പെയ്യുന്ന നോക്കിയേ. വെള്ളത്തിലെ കാണാൻ എന്ത് ഭംഗിയല്ലേ. മഴത്തുള്ളി ഇങ്ങനെ ചാടുമ്പോ തിരകൾ ഇങ്ങനെ ഓളമിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ മഴ നനഞ്ഞ് ഇവിടെ നിൽക്കാൻ എന്തൊരു ഫീലാ. കുറച്ചൊക്കെ ഞാൻ നനഞ്ഞു കേട്ടോ. എന്റെ ബാക്കോട്ടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടേ. മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാവേ. ഞാനങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു പട്ടിക്കുട്ടി എന്നെ കണ്ടപ്പോ അത് ഓടുന്നു പാവം. പേടിച്ചിട്ടേ ഓടുക. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മത്സ്യകൃഷിന്റെ സർക്കാരിന്റെ ബോർഡാണ് വെച്ചേക്കുന്നത്. ഈ ഇവിടുന്ന് മത്സ്യത്തിനെ പിടിച്ചിട്ട് കൂട്ടിലാക്കുന്നതാണ് മത്സ്യം വളർത്തല്. അപ്പൊ നമുക്കൊരു താഴോട്ട് പോവാ കേട്ടോ. ഞാൻ ആ വെള്ളത്തിന്റെ അടുത്ത് കാണിച്ചു തരാം. കുഞ്ഞു കുഞ്ഞു ആമ്പൽമുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ അവിടുന്ന് കുറെ അങ്ങോട്ട് ഇവിടെ സൂപ്പറായിട്ട് വരാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടത്. കാണാൻ നിൽക്കരുത് കേട്ടോ. അപ്പൊ നല്ല ആഴം കാര്യങ്ങളുണ്ട്. പിന്നെ ആമ്പല് കാണുമ്പോൾ ആരും പിന്നെ ആമ്പല് പറിക്കാനൊന്നും അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇവിടേക്ക് നല്ല ആഴം കാര്യങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വരുന്നത് സൂക്ഷിക്കുക. ഇവിടേക്ക് നിന്നോ. ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടേ ആരും ചാടാനൊന്നും പോരുത് കേട്ടോ. ഇവിടെ കുറെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്.
എല്ലാവരും വരുന്നവരും ശ്രദ്ധിക്കണം. നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാട്ടോ, നമുക്ക് അമ്മാനെ അപ്പുറത്തോട്ട് പോവാം. ഇതിൽ കൂടെ പോകാൻ വേണ്ടി ഒരു ചെറിയൊരു വഴി ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിലിങ്ങനെ പോവാ. വെള്ളം അലയടിക്കുന്ന ഒരു രസമാണ് കാണാൻ. ഇവിടുന്ന് ഒരു വസ്തു നോക്കിയപ്പോ കാണുന്നൊരു കാഴ്ച നോക്കിയേ, അതിന്റെ ടോപ്പൊക്കെ കാണാം കേട്ടോ. അങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്ത കാര്യങ്ങളും കടകളും കാര്യങ്ങളും അവിടുന്ന് വരുന്ന വഴികളും ആ പച്ചപ്പിന്റെ കാണാം കേട്ടോ. പശുക്കുട്ടന്മാരുടെ ആ പുല്ല് തിന്നുന്ന. അപ്പൊ നമ്മൾ അവിടുന്ന് എതിർവശത്തോട്ട് നമ്മൾ ഇതിലേ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, നമുക്കൊന്ന് അവിടെ പോയി നോക്കി നോക്കാം. നല്ലൊരു ഇടിയൊക്കെ വെട്ടി വലിയൊരു മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഇവിടുത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ നമ്മളിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഒന്ന് ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.